വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ, കാലിക്കടവ്, ചെറുവത്തൂർ ടൗണുകളെ കാര്യമായി ബാധിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ചിലയിടങ്ങളിൽ സ്വകാര്യ കാറുകളും മറ്റും സർവീസ് നടത്തുന്നുണ്ട്. City Gold and Diamonds, Kerala and Karnataka, the glow of purity. ഹിറ്റ്ലർ ഭരണം മോഡലാക്കി വംശഹത്യ പാതയിലൂടെ മുട്ടുമടക്കിയ നരേന്ദ്രമോദി നിങ്ങൾക്കെതിരെ ഉയരുന്നു. തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണമെന്നും പൊതുമേഖലയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ നീളുന്ന ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ, കാലിക്കടവ്, ചെറുവത്തൂർ തുടങ്ങിയ ടൗണുകളിൽ ഏതാണ്ട് പൂർണ്ണമാണ്. പണിമുടക്കിയ പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗങ്ങളും നടത്തി. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പൊതുയോഗം RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ, സെക്രട്ടറിമാരായ KV ജനാർദ്ദനൻ, സെക്രട്ടറി PA റഹ്മാൻ, HMS ജില്ലാ സെക്രട്ടറി VV വിജയൻ, CITU തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി K കനേഷ്, K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് M രാമചന്ദ്രൻ, TP ഉഷ, KV ശശി, TV കുഞ്ഞികൃഷ്ണൻ, TV ഉമേശൻ എന്നിവർ നേതൃത്വം നൽകി. പല നിയമങ്ങളും തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട, നമ്മുടെ എത്രയോ കാലമായി നമുക്ക് അവകാശപ്പെട്ട പല അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിയമ നടപടിയാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ പാസ്സാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പൗരബോധം നശിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്കറിയാം പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ആർക്കും ഒന്നും പറയാൻ അവിടെ അവകാശമില്ല. പ്രതിപക്ഷങ്ങൾ വെറുതെ നോക്കുകുത്തികളായി അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആരെയും സംസാരിക്കാൻ പറ്റുന്നില്ല, ബില്ലുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മുമ്പൊക്കെ ചരിത്ര പുസ്തകങ്ങളിലേക്ക് വായിച്ചിട്ടുണ്ടാവും. ഹിറ്റ്ലറുടെ ഭരണകാലത്തും മറ്റ് ഏകാധിപതികളുടെ ഭരണകാലത്തും പ്രതിപക്ഷങ്ങളെ നാവടുപ്പിക്കുന്ന ഒരു സംഗതിയാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.